വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. എല്ലാവർക്കും സുഖമൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നേരം പല പര വെളുത്തോണ്ടിരിക്കുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഡിസംബർ ലാസ്റ്റോടെ എടുക്കുമ്പോൾ എന്നാ തണുപ്പാണ് എൻ്റെ അമ്മ. ഞാൻ പാലൊക്കെയായിരുന്നു. വാപ്പയൊക്കെ രാവിലെ 5 മണിയാകുമ്പോൾ പോവും, കടയിലേക്ക് പോകും കേട്ടോ. 5 മണിക്ക് എങ്ങനെ പോണീ മനുഷ്യൻ? അതും ജാക്കറ്റ് പോലും ഇടൂല, തണുത്ത് വിറച്ചായിരിക്കും പോണത്. നല്ല രസമുണ്ട്. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് രസം. രാവിലെ എണീച്ച് പോകുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ചുമ്മാ ഒന്ന് വെയിൽ കൊള്ളാമെന്ന് കരുതി. പൂവൊക്കെ ഉണങ്ങിയേക്കാണ്. അതായത് പൂവൊക്കെ ഉണങ്ങിയതൊക്കെ വെട്ടി കൊടുക്കണം, അടിച്ചു വാരണം. മുറ്റത്തിൻ്റെ കിടപ്പൊക്കെ മിനിഞ്ഞാന്ന് പറിച്ച പുല്ലാണ്. ഇതെങ്ങനെ ഇങ്ങനെ കയറി എന്നറിയാൻ പാടില്ല. നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനത്തെ അവസ്ഥ? മിനിഞ്ഞാന്ന് ഞാൻ പറിച്ച പുല്ലിൻ്റെ അവസ്ഥയാണിത്. നോക്കിക്കേ. ഇപ്പോൾ ഇത് ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഇതിനെ മരുതൊക്കെ അടിച്ചതെല്ലാം പോയതാണ്. ഇപ്പോൾ വീണ്ടും വന്നേക്കാം. ഇതുണ്ടോ, അങ്ങനെ വെയിലിങ്ങനെ വരും. നല്ല രസമാണ്. ഞാൻ പതുക്കെ തണുപ്പൊന്ന് മാറണം, അടുക്കളയിലേക്ക് കയറണം. അതിന് മുമ്പ് എല്ലാം ഒന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനി നിന്നാൽ കൊച്ചിൻ്റെ ടൈം തെറ്റും, എൻ്റെ ടൈം തെറ്റും. അവൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇവിടെ ഉള്ളവർക്ക് കോഫി അത് മസ്റ്റാണ്. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ബ്രൂ കോഫി ഉണ്ടല്ലോ, അത് അധികം ചൂടൊന്നും പാടില്ല. നമ്മൾ അതാക്കി വെച്ചിട്ടുണ്ട്. പാത്തു ഇന്ന് കോഫി കൊടുക്കുന്നില്ല. ഇന്ന് ബ്ലാക്ക് മറ്റേ നമ്മുടെ കട്ടൻ കാപ്പി ഉണ്ടല്ലോ, അതാണ് കൊടുക്കുന്നത്. അപ്പം അതിന് പനി ഒക്കെ മാറി വരുന്നുള്ളൂ. അപ്പം കഫം ഉണ്ട് നല്ലപോലെ. അപ്പോൾ അത് കാരണം ചായ കൊടുക്കണ്ടെന്ന് കരുതി. ആളിന്ന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞേക്കാം. കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് ഇങ്ങനെ നൂഡിൽസ് വേണം എന്ന് പറയുന്നു. അപ്പം ഞാനോർത്ത് കുറച്ച് മറ്റേ നൂഡിൽസ് ഉണ്ടല്ലോ, സാധാ നൂഡിൽസ്, അപ്പോൾ അത് വളരെ കുറച്ച് ഉണ്ടാക്കി കൊടുത്തില്ലാന്ന് കരുതി. ഇങ്ങനെ എപ്പോഴും വന്ന് ചോദിക്കൂല. അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആളുടെ അടുത്ത് നൂഡിൽസ് വേണം, എനിക്ക് സ്കൂളിൽ നൂഡിൽസ് വേണം എന്ന് പറയണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ ഇഞ്ചിയിട്ട വെള്ളം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് രാവിലെ കുടിക്കുന്നത്. നേരത്തെ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പുറത്തെ തന്നെ ഞാൻ നൂഡിൽസ് ഒന്ന് വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാത്തുവിനെ കുളിപ്പിക്കാനുള്ള വെള്ളം. പാത്തുവിന് ഇപ്പോൾ പനിയും കൂടാണ്. പിന്നെ രാവിലെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ 3 വെള്ളങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം. ഇതിനകത്തെ മുട്ടയൊക്കെ നമ്മൾ കുറച്ച് അഡീഷണലായിട്ട് ചേർക്കുമല്ലോ, അപ്പം അത് കാരണമാണ് ഞാൻ കുറച്ചെടുത്തേക്കുന്നത്. പിന്നെ കുഞ്ഞ് വയറല്ല, അവർക്ക് അനുസരിച്ചിട്ടുള്ളത് നമ്മൾ കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ അത് കാരണം ഞാൻ വളരെ കുറച്ച് നൂഡിൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി മുട്ട വരും, പിന്നെ വെജിറ്റബിൾസ്. ഞാനിവിടെ ക്യാരറ്റും അതേപോലെ ക്യാരറ്റും ക്യാപ്സിക്കം എന്നും വീട്ടിൽ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സലാഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ ഇത്രയും സാധനങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും കാണും. അപ്പം അതുകൊണ്ട് പിന്നെ ബ്രൊക്കോളി. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ വെജീസ് ചേർത്ത് കൊടുത്തു വിടും. നമ്മുടെ ഇവിടെ എന്നാൽ കഴിക്കത്തൊന്നുമില്ല. ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ. ആൾക്ക് ഡാൻസ് പ്രാക്ടീസ് ആവട്ടെ. 21-ാം തീയതി ആളുടെ 20-ാം തീയതി ആളുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസിന് പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ പനിയായത് കാരണം അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്ന് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. അതായത് സ്റ്റേജ് പ്രോഗ്രാം എന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറ്റി ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞ് മിസ്സ് പറഞ്ഞു ഇന്ന് വിടണേന്ന് പറഞ്ഞു. ആൾക്ക് വയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ വിളിച്ചു നോക്കിയപ്പോൾ മിസ്സ് പറഞ്ഞു ഇന്നലെ വിടണ്ട, റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് വിട്ടാൽ മതിയെന്ന്. അത് കാരണം ആളിപ്പോൾ വന്നതാണ്. ഇത് റെഡി ആയിട്ട് വേണം വിളിക്കാൻ. ഇമ്മായത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ
ഇമ്മാരത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിടുകയാണെങ്കിൽ നേരത്തെ ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ സമയം എടുപ്പുള്ളൂ, 10-15 മിനിറ്റ് ഇത് വെന്ത് വരണ്ടേ. എന്തായാലും താമസിക്കരുത് എന്നുണ്ട്, ആളെ ഇന്ന് നേരത്തെ വിടണം. സംഭവം അത് റെഡിയാവുന്നതിന് മുമ്പ് ഇത് റെഡിയാക്കിയില്ലെങ്കിൽ ഒത്തിരി താമസിച്ചു പോകും. പിന്നെ ഇച്ചിരി ഗീ ചേർക്കുന്നു. ബട്ടർ തീർന്നു പോയി, അപ്പം അത് കാരണം കുറച്ച് നെയ്യിലാണ് ഇന്നത്തെ പാചകം. പാത്തൂന് നെയ്യ്, പാത്തൂന് രാവിലെ ഇച്ചിരി നെയ്യ് എന്തിലെങ്കിലും ഇപ്പം ചോറിലാണെങ്കിലും പുറത്തൊരിച്ചിരി നെയ്യ് കൊടുത്തു. എന്നുവെച്ചാൽ ഒത്തിരി അല്ല, ഒരിച്ചിരി. അത് പിന്നെ ഒരു മുട്ട, അത് ദിവസം കൊടുക്കുന്ന സാധനമാണ്. പിന്നെ പാല്. പിള്ളേർക്ക് ഞാനിപ്പം കണ്ട ഡയറ്റീഷ്യനും പിന്നെ ഒക്കെ കണ്ടതിൽ പാല് മുട്ട സ്ഥിരമായിട്ട് ഒരെണ്ണം, അതായത് ഒരു മുട്ട പിന്നെ ഒരു ഗ്ലാസ് പാല് മക്കൾക്ക് കൊടുക്കുന്നത് അവരുടെ ടീത്തിനും ബോൺസിനും ഒക്കെ നല്ലതാണ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്ഥിരം ഒരു ദിവസം ഒരു മുട്ട ഒരു പാല് കൊടുത്തിരിക്കും. അത് നിർബന്ധമാണ് പിള്ളേർക്ക്, കുഞ്ഞുമക്കൾക്ക്, അവരുടെ പല്ലിനും അതേപോലെ എന്താ പറയുക അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് അമ്മാതിരി മിഠായി തീറ്റിയുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് പല്ലിന് മശാവൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമെന്ന് അറിയില്ല, അവൾ അതേപോലെ തിന്നുന്നുണ്ടായിരുന്നു. നമ്മളിത് ഗാർലിക് ഇട്ട് കൊടുത്തായിരുന്നു, വെജീസ് ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ക്വാണ്ടിറ്റി കൂടും, അതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് കുറച്ച് മാത്രം ആക്കിയത്. സ്റ്റാൻഡ് പൊട്ടിയിരിക്കുന്നതാണ്, ഇപ്പം കൈ വെച്ചുകൊണ്ടാണ് വീഡിയോ എടുപ്പ് മൊത്തം. അതാണ് ഇങ്ങനെ ഷേക്കാവുന്നത് കേട്ടോ. ഇനിയൊന്നുമില്ല, ഇനി നമ്മുടെ നൂഡിൽസും കൂടെ ഇട്ട് പിന്നെ ഒരു മസാലപ്പൊടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നതല്ല, ആക്ച്വലി ഇതുണ്ടോ, ഇത് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ ഇതാണ്. അന്ന് ഞാൻ കുറച്ച് മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് മസാല മാത്രമേ ആൾക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ മസാലയും കൂടി ഇതിനകത്തേക്ക് ഞാൻ തട്ടും. ഇത് നമ്മുടെ ഇതാണ് ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നതാണ്. ചീസും ഒക്കെ ചേർത്ത് ഒരിഗാനൊക്കെ ചേർത്ത് വരുന്നൊരു ടൈപ്പ് മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിന് ടേസ്റ്റ് ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചത്, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ദേ മസാലയൊക്കെ ഇട്ടു, നമ്മുടെ നൂഡിൽസും ഇതിനകത്തേക്ക് തട്ടി കൊടുക്കുന്നു. ഇളക്കോട് ഇളക്ക്, മിസ് നല്ല മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു കേട്ടോ, പരിപാടി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ സമയമില്ല, ഇച്ചിരി താമസിച്ചു. ഇന്ന് നേരത്തെ വരേണ്ട ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് നല്ല താമസിച്ചു പോയിട്ടുണ്ട്. അതല്ലേലും അങ്ങനെയാണ്. നമ്മുടെ നൂഡിൽസ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ദേ പാത്തുവിൻ്റെ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ട്. നൂഡിൽസ് ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ, അത്രയും ഫുൾ എടുത്തില്ല. അതേ ബാലൻസ് ഇവിടെ ഇരിക്കുകയാണ്, ഫുൾ എടുത്തിട്ടില്ല. പിന്നെ വെജീസ് കൂടുതൽ വെച്ചു, നൂഡിൽസ് കുറച്ച് വെച്ചു. അവർക്ക് 2-3 കിട്ടിയാൽ മതി. പിന്നെ അതേ ക്യൂക്കുംബർ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഡ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പയറിൻ്റെ ഇതിൽ പയർ മണികൾ, അതാണിത് ഡ്രൈ ചെയ്തിട്ടുള്ള. അതിൻ്റെ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ബ്ലാക്ക് കളറുള്ളതുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 3 വെച്ചേക്കുന്നത്.
ബാന വന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചി കുറച്ച് നേരത്തെ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8:30 8:45 ആകുമ്പോൾ വരാനാണ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ ഞാൻ വന്നത് 9 മണി ആയപ്പോഴാണ്. അതിൻ്റെ ചെറിയൊരു വഴക്കാണ് നിങ്ങൾ കേട്ടത്. നിന്നോടല്ലേടി നേരത്തെ വരാൻ പറഞ്ഞതെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പിന്നെ ട്രീ ഒക്കെ ഒന്ന് അലങ്കോലപ്പെടുത്തണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ പ്രത്യേകിച്ച് 2 പേര് എന്നെ കാത്തോട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും 9 മണിയായിപ്പോയി. പക്ഷെ നല്ല രസമായിരുന്നു. കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് സംഭവമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കടയിലോട്ട് വന്നു. കടയിലോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇക്കാക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇക്കാക്ക എനിക്ക് അവിടെ പോസ്റ്റിഫിക്കേഷൻ തന്നു. നല്ലൊരു പോസ്റ്റിഫിക്കേഷനായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, മോളെന്താ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോ, പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് നേരം നിന്നു. നല്ല അടിപൊളി പോസ്റ്റിഫിക്കേഷനായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വയറാണെങ്കിൽ കളിയിട്ട് പാടില്ല, വിശന്നിട്ട് പാടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ നിന്നു. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇക്കാക്ക് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞു. അത് ഈ പൊട്ടുകടലയൊക്കെ ഇട്ടിട്ട് ഇക്കാക്ക് ഉപ്പുമാവിന് നല്ല ലൂസ് ഉപ്പുമാവ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഉപ്പുമാവ് കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം തെങ്കാശിക്ക് പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കഴിച്ചതാണ് ഈ ലൂസായിട്ടുള്ള ഉപ്പുമാവ്. അതേ പിന്നെ ആൾക്ക് എപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും നല്ല ലൂസായിട്ട്, ലൂസ് എന്ന് വെച്ചാൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കും. നമുക്കിങ്ങനെ എന്താണ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസി ഇല്ലേ, അതേപോലത്തെ ഉപ്പുമാവ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇരട്ടി വെള്ളം വെച്ചിട്ട് അത് അങ്ങനെ ആക്കി എടുക്കണം. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മുട്ട അത് പിന്നെ എപ്പോഴും രാവിലെ വേണം. ഇതിലേക്കൂടെ കയറി പോകാം. ഇതിലേക്കൂടെ കയറി പോകാം. പക്ഷെ ഉമ്മാക്ക് വരാൻ പറ്റത്തില്ല. പിച്ചാത്തേലുണ്ട്. നമ്മള് ചേമ്പുംതാള് പറിക്കാൻ പോവാണ്. നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് കുഴ വേണം. അപ്പൊ ചേമ്പുംതാള് പറിക്കാൻ പോവാ. കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെയാണ് ചേമ്പുംതാള്. ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. അപ്പം താള് പറിച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇളയത് നോക്കിയിട്ട് കുറച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ചുമ്മാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താ മതി. ഒരുപാട് മൂത്തത് പറിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ കണക്കൊന്നും. ഉമ്മ ആണെങ്കിൽ അവിടെ നിൽക്കുക. നമുക്ക് എന്തായാലും ഉള്ളത് പറിച്ചെടുക്കാം. അയ്യോ റിയല്ലേ, ഒത്തിരി മൂത്തത് വേണോ അമ്മ? ഒത്തിരി മൂത്തത് വേണോ? അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ പറിച്ചു. 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അയ്യോ എന്റെ ഷോളിൽ ഇതിന്റെ കറയാക്കി കഴിഞ്ഞാൽ പോകാൻ പാടാണ് പറഞ്ഞത്. പോകാൻ പാടെന്നല്ല, അത് വെള്ള ഡ്രസ്സാണെങ്കിലാണ് തോന്നുന്നു. നാലെണ്ണമായിട്ട് നമ്മൾ ഇതാ പോകുന്നു. അയ്യ അത് നോക്കിയിട്ട് കളയാന്ന്. എനിക്ക് അതിന്റെ ഇല കളയണോ? ഇത് പിടിച്ചേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എവിടെ? ഇതല്ലേ, വൈകുന്നേരം പറിക്കാം. ഇപ്പൊ പറിച്ച ഇപ്പൊ തന്നെ നടണം. ഇതല്ലേ? അതിന്റെ തല വെട്ടിക്കള. ഇത് പോരെ? എവിടെ?
ആ അവിടെ അല്ലേ. ഇത് പക്ഷെ ഇവര് കൃഷിക്ക് ഇട്ടേക്കുന്നില്ല. അത് ചുമ്മാ പിടിച്ചതാ. നമ്മുടെ ഈ മൂലക്കോട്ട് ഇടാം. ഇവിടെ അയാള് കേറി കിടക്കുന്നല്ലേ. അത് പാല, മറ്റേ സൈസ് പാലയമ്മ, വലിയ പാലയല്ല. ഇത് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ആകുമ്പോ വളമായിക്കോളും. കയ്യിൽ കറയായി. ആ ചേമ്പ് വലുതാ. മൂപ്പുണ്ടല്ലേ. മൂപ്പുള്ളതുകൊണ്ട് ഇത് വരാത്തത്. ഞാൻ നോക്കി. ഇളയതെല്ലാം മറ്റേ ഇതാ, ഇലയോടുകൂടി വരുന്നത്, മറ്റേ കൂമ്പും കൂടെ. അപ്പൊ അത് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം പിന്നെ അത് വെട്ടാൻ. ഇതിൻ്റെ കൂടെ ചേർക്കാനല്ലേ ഇത്. കപ്പയുണ്ട്, പിന്നെ ഇതെന്താന്ന് ഇട്ട പേര്, ചേമ്പ്. ആ ഇത് ഇത്ര ഒന്നും വേണ്ടല്ലോ. കാച്ചിലുണ്ടുമ്മ. അല്ലതേ വെള്ളക്കാച്ചില്. വെള്ളക്കാച്ചിലുണ്ട്. പൂച്ച. ചക്കക്കുരു ഒന്നും ഇടത്തില്ലല്ലോ. ചക്കക്കുരു പോ അവിടുന്ന്. അല്ല, ചക്കക്കുരുവിനോട് പറഞ്ഞതാ പോകാൻ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പകുതി എടുത്ത് വിത്തിനിട്ടാലോ. അല്ല, അത് പുഴുങ്ങാനെടുക്കാലോ. ഇതിനൊരു ഇച്ചിരി പോരെ. ചേമ്പുണ്ട്, വിത്തിടണമെങ്കിൽ അതും എടുക്കാം. ആ നല്ല കിരികിരായിരിക്കും. ലൂസാക്കി വെച്ചാൽ കഴിക്കും അല്ലേ. കഴിക്കാം. ഇങ്ങനെ കാര്യം മുളകും കൂട്ടി രജിമാടങ്ങ് വെച്ച് തിന്നത്. മൂത്തുമാടങ്ങല്ലേ. രജിമാടങ്ങ് പിന്നെ രജിമതൊക്കെ ഉണ്ടാക്കും. നല്ല നല്ല മാങ്ങയോ. ഇതിപ്പോ കറിയിലിടാൻ കാണൂല. ഒരുപാട് പുള്ളി ഞാൻ ഇട്ടിട്ടുമില്ല. നല്ല അടിപൊളി മാങ്ങ. ചെറിയ മധുരമുണ്ട്. അത് നേരത്തെ നെയ്ച്ചോറ് വെക്കുന്ന ഒരു ചെമ്പില്ലേ, അതെല്ലാം കൂടെ കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് അതിനെ കൊട്ട്. അല്ലെങ്കിൽ വലിയ കുക്കറിനകത്ത് പറ്റത്തില്ല. അതിനകത്ത് വെക്കാം. ചെറിയ മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങ. കപ്പ എടുക്കാതാണ് കുഴ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫസ്റ്റ് ടീമാ. കറിയിലിടാൻ മാങ്ങ, കറിയിലിടാൻ മാങ്ങ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ തിന്നു തീർക്കും. ഇതിനകത്തിന് പുളി ഇടാം. ഇത് അധികം പുളി ഇല്ലാത്തതാ. പുളി ഇടാൻ നോക്കിയിട്ടൊക്കെ ഇടാം അല്ലേ. ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ ആന്റിനകത്ത് നിറച്ച് ഇവിടെയൊക്കെ വീണത്. ഇതിനിയും ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇതിന് സ്നേഹപ്പുല്ല, ഭയങ്കര സ്നേഹമാണ്. ഇത് ചെറിയൊരു ചൊറിച്ചില് പോലെ ഉണ്ട്. ഇങ്ങനെ നടുക്കോട്ട് മുറിച്ചിട്ട് ഇങ്ങനെ 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 കാണിച്ചു കഴിഞ്ഞാൽ പോരും അല്ലേ. ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഇട്ട് അപ്പം പോലെ അങ്ങ്. ഓക്കെ ഓക്കെ. നല്ല ടേസ്റ്റ് ആണോ? ഉമ്മ വന്നിട്ടില്ലേ? കിട്ടിയിട്ട് വേണമല്ലോ. അതെ, ഇക്കാക്ക് പറഞ്ഞ നല്ല ടേസ്റ്റാ. ഇങ്ങനെ അപ്പം പോലെ ഉണ്ടാക്കിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കും.
അപ്പം കപ്പയും കുഴയും എന്താ കപ്പക്കുഴയല്ലല്ലോ, കപ്പയും താളും എല്ലാം കൂടി ഇട്ട ഒരു കുഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സമ്മതിച്ചില്ല. നമ്മളെങ്ങിട്ടാണ് പോണതെന്ന് വെച്ചാൽ ചെടി മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു ബനിയനോ അല്ലെങ്കിൽ ഷർട്ടോ എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി ആദ്യം കൂത്താട്ടുകുളത്തെ ട്രെൻഡ്സിലാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ പോകേണ്ടിയില്ലായിരുന്നു എന്നാണ് തോന്നിയത്. ഒരൊറ്റ ഡ്രസ്സില്ല, ആകെ കിട്ടിയത് റെഡ് എന്ന് പറയാനായിട്ട് ഈ ഒരെണ്ണമാണ്. അതാണെങ്കിൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു ടോപ്പ് എടുക്കുകയായിരുന്നു ചെയ്തത്. ഒരു ചുരിദാർ ടോപ്പ് പോലെ ഒരു ടോപ്പ് എടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം ട്രെൻഡ്സിൽ അവിടെ ഒരു സെലക്ഷനും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ട്രെൻഡ്സിനാണോ കുഴപ്പം, അതിന് എല്ലായിടത്തെ ട്രെൻഡ്സിനും കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെടി മേടിക്കാൻ പോയി. ഒരു വണ്ടി നിറച്ച് ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കോർണർ ഉണ്ടല്ലോ, ആ കോർണറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചെടി വേണമായിരുന്നു. ഒരു പൈൻ പോലത്തെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ഡേ ഇന്ന് തീർന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.